നിക്കടാ. നിക്കടാ. നിക്ക. എവിടെ പോടാ? വാ നോക്കാം, അങ്ങോട്ട് പോ. അവൾ രക്ഷപ്പെട്ടു. എന്താ നിന്നേക്കാം കേരള വണ്ടിയിൽ വിടരുത് അവളെ. നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തു. കേക്കും കത്തിയും മെഴുകുരയും ഒക്കെ എടുത്തു വെച്ചു. ഇനി പിറന്നാളുകാരിയും 5-6 സ്പെഷ്യൽ ഗസ്റ്റും എത്തുന്നു പറഞ്ഞില്ലേ, അവര് കൂടെ എത്തിയാൽ മതി. ഇനിയെങ്കിലും പാറ പ്രിയൻ ചേട്ടാ, ആരാ സ്പെഷ്യൽ ഗസ്റ്റ്? സ്പെഷ്യൽ ഗസ്റ്റ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എന്റെ അമ്മ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഗസ്റ്റ് എന്നാ. അമ്മയുടെ അകന്ന ബന്ധത്തിലുള്ളതാ. കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകാനുള്ള സൗകര്യത്തിന് വേണ്ടി അവരുടെ വീട്ടിലെ അമ്മ താമസിച്ചിരുന്നത്. അമ്മ സ്വന്തം ചേട്ടനെ പോലെ കാണുന്ന ഒരാളുണ്ടായിരുന്നു ആ വീട്ടില്. ഞാൻ അനന്തൻ മാമൻ എന്നാ വിളിക്കുന്നേ. അനന്തൻ മാമൻ അമ്മയെ കാണുന്നതും സ്വന്തം അനിയത്തെ പോലെ തന്നെയാ. ഇന്ന് അമ്മയുടെ 50-ാം പിറന്നാളാണെന്ന് അനന്തൻ മാമൻ ഓർത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അനന്തൻ മാമനും വരാനിരുന്നത് എന്തോ തിരക്ക് കാരണം വരാൻ പറ്റിയില്ല. പക്ഷേ മക്കളും മരുമക്കളും വരും. വന്നോണ്ടിരിക്കുക. അവര് വരുന്ന കാര്യം ആന്റിക്കറിയോ? ഇല്ല. അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാനാ അവരുടെയും പ്ലാൻ. എന്ന് വെച്ചാ ആന്റിക്കിന്റെ ഡബിൾ സർപ്രൈസ് ആണെന്ന്. അതെ, കൈലാഷ് സാറിനോട് ഞാൻ ഈ ഗസ്റ്റ് ഹൗസ് തരുമെന്ന് ചോദിച്ചതിന്റെ പ്രധാന കാരണം അത് തന്നെയാ. അമ്മയ്ക്ക് എന്തുകൊണ്ടും ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയിരിക്കും. അതെ, ഇങ്ങോട്ടേക്ക് പുറപ്പെടുമ്പോ നമ്മൾ എടുത്ത തീരുമാനം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. എന്താണ്? നമ്മൾ തമ്മിലുള്ള വഴക്കും പിണക്കങ്ങളും അഭിപ്രായ വ്യത്യാസമൊന്നും ഇവരുടെ മുന്നിൽ കാണിക്കില്ലെന്ന്. ഞാൻ മാക്സിമം ശ്രമിക്കും. പക്ഷെ ആരും എന്നെ മനഃപൂർവ്വം ചൊറിയാ വരാതിരുന്നാ മതി. ചൊറിഞ്ഞാ ഞാൻ എന്റെ തനിക്കുളം കാണിക്കും. നിങ്ങളെ ആരും ചൊറിയില്ല. ആന്റിക്കും പ്രിയൻ ചേട്ടനും ദർശനയ്ക്കും ഒക്കെ അച്ഛന് വലിയ റെസ്പെക്റ്റാ. നമ്മളായിട്ടത് ഇല്ലാതാക്കാൻ പാടില്ല. പരസ്പരം നല്ല സ്നേഹമുള്ള 3 കൂടപ്പിറപ്പുകളും ഭർത്താക്കന്മാരും. അങ്ങനെ വേണം നമ്മൾ എല്ലാവരുടെ മുമ്പിൽ പെരുമാറാൻ. പ്രിയൻ ചേട്ടൻ എല്ലാരും എത്തിയോ? നിങ്ങളെ കണ്ടപ്പോഴേ പണ്ട് എന്റെ മുതുകി കയറിയിരുന്ന് ആന കളിച്ചിരുന്ന കാന്താരികളെയാ എനിക്ക് ഓർമ്മ വരുന്നത്. നിങ്ങൾ എന്തിനാ വളർന്നത്? ഇപ്പോഴും കുട്ടികളായിട്ട് ഇരുന്നാ മതിയായിരുന്നു. അവളുടെ കുട്ടികളെ ഇപ്പോഴും മാറിയില്ല, ഇപ്പോഴും കുട്ടി തന്നെയാ. പക്ഷെ ആന കളിച്ച് നടക്കുന്ന പ്രായമൊക്കെ കഴിഞ്ഞില്ലേ? നിന്നെ എനിക്കറിയാം. കല്യാണത്തിന് ഞാൻ വന്നിട്ടുണ്ട്. എന്നെ മനസ്സിലായോ? കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് പ്രിയനായിരുന്നു ഇവരുടെ മൊത്തം ടോപ്പിക്. വെക്കേഷൻ ടൈമിലെ കുസൃതികളും പിന്നെ ഇവര് 3 പേരും കൂടി പ്രിയനെ അമ്പലക്കുളത്തിൽ മുക്കിയതും അങ്ങനെ കുറെ കഥകൾ പറഞ്ഞിട്ടാ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നെ ഉപദ്രവിക്കലായിരുന്നു ഇവരുടെ മെയിൻ ഹോബി. ഇപ്പൊ ഞങ്ങളെ ഉപദ്രവിക്കണം അല്ലേ രഘുട്ടാ? എന്നിട്ട് ഇവര് തന്നെ കരയും. അത് കേൾക്കുമ്പോ അമ്മ വന്ന് എന്നെ തല്ലും. ദേ ആയിരുന്നു കുരുത്തക്കേടിന്റെ കാര്യത്തിൽ ഇവരുടെ ലീഡർ. അല്ല, അവള് വന്നില്ലേ? എന്തിനാ ആന കളിക്കാനാ? ഒന്ന് പോടാ. ഇല്ലില്ല, അവള് വന്നില്ല. അവൾക്ക് വേറൊരു ഫംഗ്ഷൻ ഉണ്ട്. ആന്റി എവിടെ? എത്തിയിട്ടില്ല. കൂട്ടിക്കൊണ്ടുവരാൻ പോയിട്ടുണ്ട്. ആണോ? അനു, ഇന്ദ്രൻ എത്തിയില്ലേ? ആ, വരും. അല്ല, ഞങ്ങള് വരുന്നത് ആന്റിക്ക് അറിയോ? ഇല്ല, പ്രതീക്ഷിക്കാതെ കാണുന്നതല്ലേ അതിന്റെ ഒരു രസം. നിങ്ങൾ കേറി വാ. കേറി വരാം. ആന കളിക്കാൻ പറ്റിയ പ്രായം.
പതിയിരുന്ന് അപായപ്പെടുത്താൻ ശ്രമിക്കുന്ന ശത്രുക്കൾ ചുറ്റിലുമുണ്ടെന്ന് നിങ്ങൾ ഭയപ്പെടുന്നു. ഭയപ്പെടാതെ പറ്റില്ല വലിയത്താനെ. എവിടുന്നോ ഒരു വണ്ടി പാഞ്ഞു വന്ന് കൈലാഷിനെ ഇടിച്ചു തെറിപ്പിച്ച് അതേ വേഗത്തിൽ പാഞ്ഞുപോയി. സീതയുടെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടായിരിക്കും ഇവൻ ആപത്തിൽ നിന്ന് കരകയറിയത്. അവരാരാ എവിടെന്നാ വരുന്നതെന്നൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ വേണ്ട മുൻകരുതലുകൾ എടുക്കായിരുന്നു. ഇതിപ്പോ ഇവനെ പുറത്തേക്ക് പറഞ്ഞയക്കാൻ എനിക്ക് പേടിയാ. എന്നുവെച്ച് 365 ദിവസവും ഇങ്ങനെ വീടിനകത്ത് പൂട്ടിയിടാൻ പറ്റുമോ? ശത്രുക്കൾക്ക് ഇനി ഇവനെ തൊടാൻ കഴിയരുത്. ആർക്കും ഇവനെ അപകടപ്പെടുത്താൻ കഴിയരുത്. അതിന് വേണ്ടത് വല്യത്താൻ ചെയ്തു തരണം. പൂജയോ ശരീരത്തിൽ ധരിക്കാനുള്ള രക്ഷയോ അങ്ങനെ എന്തെങ്കിലും. ഇയാളെ രക്ഷിക്കാനുള്ള കഴിവൊന്നും ഈ വല്യത്താനില്ല. വല്യത്താനെ, വലിയ പ്രതീക്ഷയോടെ ഞങ്ങൾ വന്നത്. വല്യത്താൻ കൈവിട്ടാൽ വേറെ എവിടെ പോകണമെന്ന് ഞങ്ങൾക്കറിയില്ല. 5ഉം 10ഉം ഒന്നും ഇല്ല വല്യത്താനെ. ആണും പെണ്ണുമായിട്ട് ഇവന് ഒരുത്തം മാത്രമേ ഉള്ളൂ. പേടിക്കണ്ട. ഇയാളെ രക്ഷിക്കാനുള്ള കഴിവ് എനിക്കില്ലെന്നാ ഞാൻ പറഞ്ഞത്. ഇയാളെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ലെന്നല്ല. ഇയാൾക്ക് കാവൽ നിൽക്കാൻ ഒരാൾ വേണം. അത് ഉഗ്രമൂർത്തികൾ വേണോ സ്വാത്വിക മൂർത്തികൾ വേണോ എന്ന് ഇയാൾ തന്നെ കണ്ടെത്തട്ടെ. മനസ്സിലായില്ല.